വടക്കേക്കാട് കപ്പളിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച കീഴ്ക്കാവിലെ നടപ്പാത സമർപ്പണം നടന്നു. വടക്കേക്കാട് നമ്പാടൻ ഗ്രൂപ്പിലെ ഉപഭോക്താക്കളും ജീവനക്കാരും നമ്പാടനും ചേർന്നാണ് 1,93,000 രൂപ ചെലവിൽ നടപ്പാത നിർമ്മാണം നടത്തിയത്. ഉത്സവത്തിന് മുന്നോടിയായി നടപ്പാത നിർമ്മാണം പൂർത്തിയാക്കി സമർപ്പിക്കണമെന്ന തങ്ങളുടെ സ്വപ്നമാണ് പൂവണിഞ്ഞത്. ഫെബ്രുവരി 21 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിലാണ് കുംഭഭരണി മഹോത്സവം നടത്തുന്നത്. ഇതിനായി ക്ഷേത്രവും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ശനിയാഴ്ച നാട്ടുതാലവും ഞായറാഴ്ച അശ്വതിവേലയും തിങ്കളാഴ്ച കുംഭഭരണിയും ആഘോഷിക്കും. ചൊവ്വാഴ്ച കാർത്തിക ദിവസത്തെ പ്രസിദ്ധമായ പ്രസാദൂട്ടോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങും. തന്ത്രി മുല്ലപ്പള്ളി മനയ്ക്കൽ, ശശീധരൻ ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി റോഷൻ ശരണ്യ ഭവൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും കപ്പളിയങ്ങാട് തറവാട്ടിലെ മുതിർന്ന അംഗം കൊടിക്കൂറ ഏറ്റുവാങ്ങി പൂത്താലത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും കോമരത്തിന്റെയും അകമ്പടിയോടുകൂടി ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ താന്ത്രിക വിധിപ്രകാരം ചടങ്ങുകൾ നടത്തി. ജനുവരി 24-നായിരുന്നു കൊടിയേറ്റം. തുടർന്ന് ചോപ്പന്മാരെ മേൽക്കാവിൽ കോമരം മണികണ്ഠൻ, കീഴ്ക്കാവിൽ കോമരം റനീഷ് ഭക്തജനങ്ങളും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. കൊടിയേറ്റം മുതൽ ഭരണിനാൾ വരെ നടക്കൽ പറവയ്ക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. കപ്പളിയങ്ങാട്ട് അമ്മയുടെ ഏറ്റവും വിശേഷപ്പെട്ട പ്രസാദമാണ് കൗങ്ങിൽ കൂമ്പാളയിൽ കുത്തിപ്പുഴുങ്ങിയ അട ഉണ്ടാക്കി സമർപ്പിക്കുന്നത്. കുംഭഭരണി ദിവസം അത്താഴപൂജയ്ക്ക് ശേഷം അടപുഴങ്ങലിന് തുടക്കമായി കാർത്തിക ദിവസം പയ്യപ്പന്തലിൽ ഭക്തർ സമർപ്പിക്കും. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം ശാന്തി റോഷൻ ശരണ്യഭവന്റെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം നമ്പാടൻ ഗ്രൂപ്പിനു വേണ്ടി അമ്മ KV മീനാക്ഷി ദീപം കൊളുത്തി നടപ്പാത സമർപ്പണം നടത്തി. നമ്പാടൻ രാജേഷ്, ക്ഷേത്രം പ്രസിഡന്റ് പ്രമോദ് കിളിയാംപറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി എന്നിവരും നമ്പാടൻ കുടുംബാംഗങ്ങളും ജീവനക്കാരും ഉപഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു.